ഹായ് ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 10ൻ്റെ ബയോളജി അതിൻ്റെ ചാപ്റ്റർ 2 ആയ പാത്സ് ഓഫ് എവല്യൂഷൻ, ഓക്കെ, പരിണാമത്തിൻ്റെ വഴികൾ എന്ന ചാപ്റ്ററായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാപ്റ്റർ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സായിട്ട് യർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നോക്കാം. ഫസ്റ്റ് തന്നെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. Okay. A young man who was admitted to the hospital with severe cough and phlegm was diagnosed with tuberculosis by the doctor after testing his chest X-ray and lung fluid. Okay, അപ്പോൾ കടുത്ത ചുമയും അതുപോലെ തന്നെ കഫക്കെട്ടുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു യുവാവിൻ്റെ എക്സ്റേ. ഓക്കെ, അപ്പോൾ എക്സ്റേ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ക്ഷയരോഗമാണെന്ന് മനസ്സിലായി. He was given several antibiotic for 6 weeks and further specific antibiotic for 33 weeks. 10 months after beginning of treatment, a culture of the lung fluid and a chest X-ray were performed to confirm that the tuberculosis was cured and the treatment was completed. അപ്പോൾ ഇദ്ദേഹത്തിന് ട്യൂബർക്കുലോസിസ് ആയിരുന്നു, അല്ലെ, ക്ഷയരോഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കൊടുത്തു. ഓക്കെ, ആദ്യത്തെ 33 വീക്സിലേക്ക് പ്രത്യേക ആൻറ്റിബയോട്ടിക്കുകളും പിന്നെ ഈ ചികിത്സ തുടങ്ങിയിട്ട് 10 മാസത്തിന് ശേഷം ശ്വാസകോശത്തിൻ്റെയും അതുപോലെ തന്നെ നെഞ്ചിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിച്ചിട്ട് ഈ ഒരു ട്യൂബർക്കുലോസിസ് രോഗം പൂർണ്ണമായിട്ടും ഭേദമായി എന്ന് ഉറപ്പാക്കി. ഓക്കെ, എന്നിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. 2 months later, the young man was again admitted to the hospital with the same symptoms. ഓക്കെ, ഇനി വീണ്ടും ഒരു 2 months ശേഷം ഇതേ രോഗലക്ഷണങ്ങളുമായിട്ട് ഈ യുവാവിനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, despite having treatment with various antibiotics has done previously, he died due to the breathing difficulty after 10 days. ഓക്കെ, അപ്പോൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ പല ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തിട്ടും അയാൾക്ക് ശരിയായിട്ട് ശ്വസിക്കാനൊന്നും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാരണം 10 ദിവസത്തിനുള്ള അയാൾ മരണപ്പെട്ടുപോയി. ഫർദർ എക്സാമിനേഷൻ റിവീൽഡ് ദാറ്റ് ദ ഡിസീസ് ഗോട്ട് റീലാപ്സ്ഡ് ആസ് ദ ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ വെയർ ആക്ടിവേറ്റഡ് അഗെയിൻ. അപ്പോൾ പിന്നീടുള്ള പരിശോധനയിലാണ് മനസ്സിലായത് ഈ ട്യൂബർക്കുലോസിസിൻ്റെ ബാക്ടീരിയാസൊക്കെ വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്ന്. ടു ഫൈൻഡ് ഔട്ട് വെയർ ദീസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ കെയിം ഫ്രം, DNA ഓഫ് ദിസ് ബാക്ടീരിയ വാസ് കമ്പയർഡ് വിത്ത് DNA ഓഫ് ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ദാറ്റ് ഹാസ് ബീൻ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് ഫ്രം ദ സെയിം പേഷ്യൻറ്റ്. അപ്പോൾ മുമ്പ് ഇദ്ദേഹത്തിന് അസുഖമുണ്ടായപ്പോൾ ടെസ്റ്റിനായിട്ടെടുത്ത അതിൻ്റെ DNA ഒക്കെ സാമ്പിളല്ലേ, അപ്പോൾ അതും ഇപ്പോഴത്തെ ബാക്ടീരിയൻ്റെ DNA സാമ്പിൾ, ഓക്കെ, ബാക്ടീരിയയുടെ DNA സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ആണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. എന്താണത്? ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എ മ്യൂട്ടേഷൻ ഇൻ എ സ്പെസിഫിക് ജീൻ മെയ്ഡ് ദ ബാക്ടീരിയ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്. ഒരു പ്രത്യേക ജീനിന് സംഭവിച്ച മ്യൂട്ടേഷനാണ് ബാക്ടീരിയകളിൽ ആൻറ്റിബയോട്ടിക്കിന് പ്രതിരോധശേഷി ഉണ്ടാക്കിയത്. Okay, the mutated bacteria multiplied even in the presence of antibiotic and caused the diseases. അപ്പോൾ ഇങ്ങനെ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ മാറ്റം. ഓക്കെ, മാറ്റം സംഭവിച്ച ബാക്ടീരിയകളാണ് എന്ത് ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യത്തിലും പെരുകി രോഗം ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രവർത്തിക്കാതെ അതിലും ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്തു, പെരുകി ഈ രോഗത്തിന് കാരണമായതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ നോക്കാം. യു ഹാവ് ജസ്റ്റ് റീഡ് എ സ്റ്റോറി ഹാപ്പൻഡ് ഇൻ 1966 in the connection with the discovery of bacteria that can resist antibiotic. അപ്പോൾ നിങ്ങളിപ്പോൾ മുകളിൽ വായിച്ച ഈ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് 1966 നടന്നൊരു സംഭവ കഥയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളും കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദ ഗിവൻ ക്വസ്റ്റ്യൻ ആൻഡ് പ്രിപ്പയർ എ നോട്ട്. What was the treatment given initially to cure the disease? What was its result? അപ്പോൾ ആദ്യമായിട്ട് രോഗം ഭേദമാവാൻ ഏത് ചികിത്സയാണ് ഇദ്ദേഹത്തിന് നൽകിയിരുന്നത്? എന്തായിരുന്നു? 6 വീക്സിൽ സെവറൽ ആൻറ്റിബയോട്ടിക്കും പിന്നെ 33 വീക്സിൽ ഒരു പെർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓക്കെ, സോ വി ക്യാൻ സേ ദ പേഷ്യൻറ്റ് വാസ് ഗിവൺ ആൻറ്റിബയോട്ടിക്സ് അറ്റ് ദ ഫസ്റ്റ് ദ ട്രീറ്റ്മെൻറ്റ് വർക്ക്ഡ് ആൻഡ് ദ ഡിസീസ് സീംഡ് ക്യൂർഡ്, അല്ലേ? അപ്പോൾ ആദ്യം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നൽകി അത് നന്നായിട്ട് വർക്ക് ചെയ്തു, ആ രോഗം ഭേദമായി. Why didn't the disease get cured even after giving the treatment for
ദ സെക്കൻഡ് ടൈം. അപ്പോൾ രണ്ടാമത്തെ തവണ ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഡിസീസ് ക്യൂർ ആവാത്തത്? ബിക്കോസ് ദ ബാക്ടീരിയ ബിക്കെയിം റെസിസ്റ്റൻറ്റ് ടു ദ ആൻറ്റിബയോട്ടിക്, സോ ദ മെഡിസിൻ ഡിഡിൻ വർക്ക് ദ സെക്കൻഡ് ടൈം, അല്ലേ? അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയ ആണ് ഉണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ വർക്കായില്ല. ഹൗ ഡിഡ് ദ ട്യൂബർക്ലോസിസ് ബാക്ടീരിയ അക്വയർ ദ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്? എങ്ങനെയാണ് ഈ ഒരു ട്യൂബർക്ലോസിസ് ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ലഭിച്ചത്? എങ്ങനെയാണ്? അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? The bacteria changed or mutated during the treatment and become strong enough to fight the antibiotic, അല്ലേ? അപ്പോൾ അതിന് മാറ്റം സംഭവിച്ചു, അത് ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. What will happen if this bacteria transmit this ability to their next generation? ഓക്കെ, അപ്പോൾ ഈ ബാക്ടീരിയകൾ ഇയാളുടെ അടുത്ത ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷനിലേക്ക് കൈമാറിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദ ന്യൂ ബാക്ടീരിയ വിൽ ഓൾസോ ബി റെസിസ്റ്റൻ്റ്. പുതിയ ബാക്ടീരിയയും ഇതുപോലെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. ദ ഡിസീസ് വിൽ ബിക്കം ഹാർഡർ ടു ക്യൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യൂർ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. Does the formation of such bacteria raise challenge in the field of medicine? അപ്പോൾ ഇത്തരം ബാക്ടീരിയകളുടെ രൂപപ്പെടൽ നമ്മളുടെ ഈ മെഡിസിൻ ഫീൽഡിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടോ? അനലൈസ് ദ ന്യൂസ് ഗിബൺ ബിലോ ആൻഡ് ഡ്രാഫ്റ്റ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ താഴെ ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് പറയാനാണ്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് എ ഗ്രോയിങ് ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ. Doctors, public health professionals and scientists warn that some of the most trusted antibiotics currently used are ineffective against bacteria called superbugs. നിലവിലെ ഏറ്റവും വിശ്വസനീയമായ ആൻറ്റിബയോട്ടിക്കുകൾ സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾക്കെതിരെ ഫലപ്രദമല്ലെന്ന് ഡോക്ടർമാരും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ, സൂപ്പർ ബഗ് പോലെയുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ മേക്ക് കോമൺ മെഡിസിൻ യൂസ്ലെസ്, അല്ലേ? കോമൺ ആയിട്ടുള്ള മെഡിസിനെ യൂസ്ലെസ് ആക്കും, അല്ലേ? ഇറ്റ് ബിക്കംസ് വെരി ഹാർഡ് ടു ട്രീറ്റ് സച്ച് ഇൻഫെക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും, അല്ലേ? വിച്ച് ഇസ് എ ബിഗ് പ്രോബ്ലം ഫോർ ഹെൽത്ത് കെയർ. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് മാറും, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് Bacteria that are resistant to antibiotics multiply and cause disease. This resistance caused due to mutation can be transmitted to their next generation. Over time, the proportion of resistant bacteria increases, and through many other mutations, they acquire ability to resist more than one antibiotic. ഓക്കെ, അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകുകയും രോഗങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മ്യൂട്ടേഷനിലൂടെ മാറ്റത്തിലൂടെ രൂപപ്പെട്ട ഈ പ്രതിരോധ ശേഷി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. അപ്പോൾ കാലക്രമേണ എന്ത് സംഭവിക്കും? ഈ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുടെ എണ്ണം കൂടുതലായിട്ട് വർദ്ധിക്കുകയും മറ്റനവധി മ്യൂട്ടേഷനിലൂടെ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യും. Okay, this leads to the formation of multi-drug resistant strain, that means superbug. അപ്പോൾ ഇത് എന്താവും? ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ഇനങ്ങളുടെ അഥവാ സൂപ്പർ ബഗുകളുടെ ആവിർഭാഗത്തിലേക്ക് നയിക്കും. ഓക്കെ, ദ ഫോർമേഷൻ ഓഫ് സച്ച് ബാക്ടീരിയ ഹാസ് ബിക്കം എ മേജർ കൺസേൺ ഇൻ ഹെൽത്ത് കെയർ ഹാസ് കോമൺ ആൻറ്റിബയോട്ടിക് ടേൺ ഇൻ എഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ്? ഈ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഇവർക്കെതിരെ പ്രയോജനമല്ലാത്തതിനാൽ ഇത്തരം ബാക്ടീരിയകൾ ഉണ്ടായാൽ അത് ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ ഒരു ആശങ്കയായിട്ട് മാറും, അല്ലേ? അപ്പോൾ അസുഖം വന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ടി. ഓർഗാനിസം അഡാപ്റ്റ് to or survive the changes in their environment. Behind the formation of today's biodiversity from the primitive cell, a number of such processes may have been involved. ഓക്കെ, അപ്പോൾ ജീവികൾ അവയുടെ പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയോ അതിനെ അതിജീവിക്കുകയോ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അതാണിപ്പോൾ ഈ ബാക്ടീരിയൻ്റെ കാര്യത്തിലും സംഭവിച്ചത്, അല്ലേ? അപ്പോൾ അത് അതിൻ്റെ എൻവിറോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുകയോ ചെയ്യുന്നു, അല്ലേ? ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് ടുഡേസ് ബയോഡൈവേഴ്സിറ്റി ഫ്രം ദ പ്രിമിറ്റീവ് സെൽ എ നമ്പർ ഓഫ് സച്ച് പ്രോസസ് മേ ഹാവ് ബീൻ ഇൻവോൾവ്ഡ്. അപ്പോൾ
പ്രിമിറ്റീവ് സെൽ ആദിമ കോശത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഈ ഒരു വൈവിധ്യം രൂപപ്പെട്ടതിന് പിന്നിലും ഇത്തരം അനവധി പ്രക്രിയകൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ, ഇൻവോൾവ്ഡ്. ദ ഇൻക്വയറീസ് റിലേറ്റഡ് ടു സച്ച് പ്രോസസ് ഹാഡ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ സയൻസ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ ഇത്തരം പ്രക്രിയകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് പരിണാമശാസ്ത്രത്തിന് ഒരു അടിത്തറയായിട്ടുള്ളത്. ഓക്കെ, മെനി സയൻറ്റിസ്റ്റ് വെയർ ഏബിൾ ടു എക്സ്പ്ലെയിൻ ദോസ് തിയോററ്റിക്കലി. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ സിദ്ധാന്ത രൂപത്തിൽ വിശദീകരിക്കുവാൻ പല ശാസ്ത്രജ്ഞന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിദ്ധാന്തങ്ങളാണ്, തിയറീസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഓക്കെ, നോക്കാം. ലാമാർക്കിസം, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. അപ്പോൾ ലാമാർക്കിസം എന്ന് വെച്ചാൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. നമുക്ക് നോക്കാം. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് വാസ് ദ ഫ്രഞ്ച് ബയോളജിസ്റ്റ് ഹു ഇനീഷ്യേറ്റഡ് ഏർലി ഡിസ്കഷൻ റിലേറ്റഡ് ടു ബയോളജിക്കൽ ഇവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ടത് ആരായിരുന്നു? ഈ ശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഓക്കെ, ഹിസ് ഐഡിയാസ് ആർ നോൺ ആസ് ലാമാർക്കിസം. അപ്പോൾ അയാളുടെ പേര് പോലെ തന്നെ അയാളുടെ ഐഡിയാസുകളെ ലാമാർക്കിസം എന്നാണ് വിളിച്ചിരുന്നത്. ബേസ്ഡ് ഓൺ ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട് ഓൺ ദ ഇല്ലുസ്ട്രേഷൻ 2.1 which substantiate the ideas put forward by him. അപ്പോൾ ഈ 2.1 കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജിറാഫ് വിത്ത് എ ഷോർട്ട് നെക്ക് ദാറ്റ് ഫീഡ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച്, ലാമാർക്കിസം അനുസരിച്ച്, ഈ ജിറാഫ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ജിറാഫിന് ഇത്ര നീളം കൂടിയ കഴുത്തില്ലായിരുന്നു. ഓക്കെ, ജിറാഫ് വിത്ത് എ ഷോർട്ട് നെക്ക് ദാറ്റ് ഫീഡ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ജിറാഫിന് ഷോർട്ട് നെക്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് നിലത്ത് നിന്നുള്ളൊക്കെ ആഹാരം കഴിക്കുന്ന ജീവിയായിരുന്നു. ഓക്കെ, അനിമലായിരുന്നു. അപ്പോൾ ദ ജിറാഫ് നെക്ക് എലോങ്ങേറ്റ് ആറ്റ് ഇറ്റ് സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക് ടു റീച്ച് ഫ്രം ലീവ്സ് ഫ്രം ഹയർ ബ്രാഞ്ചസ് ഡ്യൂ ടു ദ സ്കേസിറ്റി. അപ്പോൾ സ്കേസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണ ദൗർലഭ്യം അല്ലേ. അപ്പോൾ ഇതിന് ഇങ്ങനെ നിലത്ത് നിന്നുള്ള ഭക്ഷണം, ചെറിയ ചെടികളുടെയൊക്കെ സ്കേസിറ്റി മൂലം ഭക്ഷണ ദൗർലഭ്യമുള്ളായത് കാരണം ഇവരെന്ത് ചെയ്തു? നീളം കൂടിയ പ്ലാന്റ്സിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം എടുക്കാനായിട്ട് അവരുടെ കഴുത്തിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു അല്ലേ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴുത്ത് നീട്ടി അല്ലേ. അതിൻ്റെ ഫലമായി കഴുത്തിന് നീളം കൂടാനായിട്ട് തുടങ്ങി. Acquire the character were transmitted through generation leading to the emergence of giraffe with a longer neck. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവർ ഈ നെക്ക് ഇങ്ങനെ സ്ട്രെച്ച് ആയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ എന്തായി? ഇവർ കഴിഞ്ഞു വരുന്ന തലമുറകൾക്കും ഈ ഒരു സ്വഭാവങ്ങൾ ഉള്ള നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ഒരു ജനറേഷന് സ്റ്റാർട്ടായി. ഓക്കെ, എന്ന് വെച്ചാൽ ആർജിത സ്വഭാവം, അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്വഭാവ ഗുണങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ആവിർഭവിച്ചു. ഓക്കെ, ഇതാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം നമുക്ക്. ചേഞ്ച് ഇൻ എൻവിറോൺമെൻറ്റ്, പരിസ്ഥിതിയിലെ മാറ്റം അല്ലേ. അതുപോലെ ഫോർമേഷൻ ഓഫ് അക്വയർഡ് ക്യാരക്ടർ, സ്വയാർജിത സ്വഭാവങ്ങളുടെ രൂപപ്പെടൽ. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ, സ്വയാർജിത സ്വഭാവത്തിൻ്റെ പാരമ്പര്യ പ്രേഷണം. സർവൈവൽ ഓഫ് ജിറാഫ് വിത്ത് ലോങ്ങർ ആൻഡ് ഷോർട്ടർ നെക്ക് ഇൻ എ ചേഞ്ച്ഡ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഈ ഒരു മാറിയ പരിസ്ഥിതിയിൽ നീളം കൂടിയതും നീളം കുറഞ്ഞതുമായ കഴുത്തുള്ള ജിറാഫുകളുടെ നിലനിൽപ്പ് അല്ലേ. അപ്പോൾ ലേറ്റർ സയൻറ്റിസ്റ്റ് പ്രൂവ്ഡ് ദാറ്റ് അക്വയർഡ് ക്യാരക്ടർ ഡു നോട്ട് ഇമ്പാർട്ട് ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആൻഡ് ദെയർഫോർ ആർ നോട്ട് ഇൻഹെറിറ്റഡ്. അപ്പോൾ ഇങ്ങനെ മാറ്റം സംഭവിച്ച സ്വയാർജിത വ്യതിയാനങ്ങൾ ജീവികളുടെ ജനിതഘടനയിൽ മാറ്റം വരുത്തുന്നില്ല എന്നതിനാൽ അവ പാരമ്പര്യമായിട്ട് കൈമാറില്ല എന്ന് പിൽക്കാല ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലാമാർക്കിസം പറഞ്ഞ ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. എന്ന് വെച്ചാൽ അവർ സ്വയാർജിത വ്യതിയാനങ്ങൾ അവരുടെ ജനിതഘടനയിൽ അത് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പാരമ്പര്യമായിട്ട് ജനിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇത് മാറ്റം സംഭവിക്കില്ല എന്ന് പിൽക്കാല ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ടായിരുന്നു.
മാർക്കിസത്തിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ലാമാർക്ക് ബിലീവ്ഡ് ദാറ്റ് ക്യാരക്ടർ ഡെവലപ്ഡ് ഡ്യൂ ടു യൂസ് ഓർ നീഡ് ക്യാൻ ബി പാസ്ഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജിറാഫിൻ്റെ ലോങ് നെക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ലോങ് നെക്ക് എന്താണ്, അത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഹൗവർ മോഡേൺ സയൻസ് ഹാസ് ഷോൺ ദാറ്റ് ദ ആക്വയർഡ് ക്യാരക്ടർ കനോട്ട് ഇൻഹെറിറ്റഡ് ബിക്കോസ് ദേ ഡു നോട്ട് ചേഞ്ച് ദ ജീൻസ് അല്ലേ. പക്ഷേ ഇങ്ങനെ ആക്വയർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരിക്കലും എന്താണ് പാരമ്പര്യമായിട്ട് മാറ്റം ചെയ്യപ്പെടില്ല അല്ലേ, കൈമാറ്റം ചെയ്യപ്പെടത്തില്ല. കാരണം അതിൽ ജീനുകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് മോഡേൺ സയൻസ് ഷോ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ലാമാർക്കിസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഡാർവിനിസം നോക്കാം. ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ചാൾസ് ഡാർവിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. സൈഡിലെ പിക്ചർ കാണാം. ദ ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ചാൾസ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ഡാർവിനിസം മാർക്ക്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ പെർസ്പെക്റ്റീവ് ഓഫ് മോഡേൺ എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആധുനിക പരിണാമശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ടതായിരുന്നു ഈ ചാൾസ് ഡാർവിൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അഥവാ ഡാർവിനിസം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചാൾസ് ഡാർവിൻ വിൽ നോ ദ സയൻറ്റിസ്റ്റ്. ഓക്കെ, ശാസ്ത്രജ്ഞനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാൾസ് ഡാർവിൻ വാസ് ബോൺ ഓൺ 12th February 1809 at the Shrewsbury, England, into a family well educated background. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബറിയിലാണ്. ഓക്കെ, അപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഡാർവിൻ ഹാഡ് കംപ്ലീറ്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ ആസ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല. ഹൗവർ ഹി ഹാഡ് ഷോൺ ഇൻറ്റൻസ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് നാച്ചർ. അപ്പോൾ അദ്ദേഹത്തിന് പ്രകൃതി പഠനത്തിൽ ഭയങ്കര താല്പര്യം കാണിച്ചിരുന്നു ആ സമയത്ത്. ഓക്കെ, in 1831, the age of 22, he embarked on 5-year voyage on the ship HMS Beagle for cartographical purpose. ഓക്കെ, അപ്പോൾ അദ്ദേഹം 1831 22-ാം വയസ്സിൽ HMS ബീഗിൾ എന്ന തൻ്റെ കപ്പലിൽ ഭൂപട നിർമ്മാണത്തിനായിട്ട് ഒരു 5 വർഷത്തെ യാത്ര അദ്ദേഹം ആരംഭിച്ചിരുന്നു. ഓക്കെ, HMS ബീഗിൾ എന്ന കപ്പലിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിലായിരുന്നു 5 വർഷം തൻ്റെ യാത്ര ചെയ്തത്. During this voyage, Darwin explored area including South America, Australia and Iceland. He had meticulously observed and documented the diversity of flora and fauna there. Okay, അപ്പോൾ അദ്ദേഹം ഈ ദ്വീപുകളും തെക്കേ അമേരിക്ക അതുപോലെ ഓസ്ട്രേലിയ അവിടങ്ങളിലെ ഫ്ലോറ ഫോണൻ്റെ സാന്നിധ്യമൊക്കെ അദ്ദേഹം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. Darwin analyzed the specimen and observation he had made and deeply studied them by correspondence with other scientists through the letters. അപ്പോൾ അദ്ദേഹം ഈ വസ്തുക്കളുടെ നിരീക്ഷണ കുറിപ്പുകളും വിശകലനം ചെയ്യുകയും മറ്റ് ശാസ്ത്രജ്ഞനുമായിട്ട് കത്തിടപാടുകളൊക്കെ നടത്തി ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി തോമസ് മാൽത്തോസ്, an English economist and demographer, argued that when the human population grow rapidly, fruit production will not increase in accordance with that, and it may be leads to problems such as poverty, disease and war. This perspective of Malthus had greatly influenced by Darwin too. അപ്പോൾ ഇംഗ്ലീഷ് സാമ്പത്തിക സയൻറ്റിസ്റ്റായ തോമസ് മാൽത്തൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, മനുഷ്യൻ്റെ ജനസംഖ്യ ഇങ്ങനെ അതിവേഗത്തിൽ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഭക്ഷ്യ ഉൽപ്പാദനം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇതെന്താവും, കടുത്ത ദാരിദ്ര്യം അതുപോലെ രോഗം, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വാദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ തോമസ് മാൽത്തൂസിൻ്റെ ഈ ചിന്ത ഡാർവിനും ശരിവെച്ചു, അദ്ദേഹത്തെയും ഏറെ സ്വാധീനിച്ചിരുന്നു. ഓക്കെ, while Darwin continued with his study 1858, he noticed that evolutionary studies of British naturalist Alfred Russel Wallace, the papers of Darwin and Wallace were presented at a scientist conference. അപ്പോൾ ഡാർവിന് ഇദ്ദേഹത്തിൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 1858 അദ്ദേഹം ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസൽ വാലസിൻ്റെ പരിണാമ പഠനങ്ങളുമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഡാർവിൻ്റെയും ഈ വാലസിൻ്റെയും പ്രബന്ധങ്ങൾ ശാസ്ത്രമേളയിലൊക്കെ അവതരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ 1859 എന്ത് ചെയ്തു, ഹി ഇലാബറേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ഹിസ് ഐഡിയാസ് ഇൻ ദ ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അപ്പോൾ അദ്ദേഹം 1859 ഓൺ ദ ഒറിജിൻ ഓഫ്
സ്പീഷീസ് എന്ന പുസ്തകത്തിൽ തൻ്റെ ആശയങ്ങളൊക്കെ വിപുലീകരിച്ച് അവതരിപ്പിച്ചിരുന്നു. ഓക്കെ, ഓൾദോ ഈസ് ഒബ്സർവേഷൻ വെയർ ഇനീഷ്യലി ഒപ്പോസ്ഡ് ബൈ ദ സൊസൈറ്റി ആസ് മോർ ആൻഡ് മോർ എവിഡൻസ് എമേർജ്ഡ്. അപ്പോൾ ആദ്യ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ അന്നത്തെ സമൂഹം എതിർത്തിരുന്നെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ഇദ്ദേഹം ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഗെയിൻഡ് വൈഡ് സ്പ്രെഡ് ആക്സെപ്റ്റൻസ്. പക്ഷേ കൂടുതൽ തെളിവുകളോടെ മോർ എവിഡൻസ് എമേർജ്ഡ്, കൂടുതൽ തെളിവുകളൊക്കെ വന്നതോടെ അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് വ്യാപകമായ സ്വീകാര്യത ലഭിച്ചിരുന്നു. ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഈസ് വൺ എമംഗ് ഇൻഫ്ലുവൻഷ്യൽ സയൻറ്റിഫിക് ഐഡിയാസ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ലോകത്തെ ഏറെ സ്വാധീനിച്ച ഒരു സയൻറ്റിഫിക് ഐഡിയാസിൽ ഒന്നാണ്. ഇറ്റ് applied in fields such as medicine, agricultural and environmental sciences apart from the biology. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് ഈ മേഖലകളിലൊക്കെ പ്രയോഗ സാധ്യതകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ജീവിവർഗങ്ങൾ കാലക്രമേണ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്ന പ്രക്രിയയിലൂടെ മാറുന്നു എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് കൂടുതൽ അനുയോജ്യമായ സ്വഭാവ സവിശേഷതകളുള്ള ജീവികൾക്ക് അതിജീവിക്കാനും പുനരുൽപ്പാദിപ്പിക്കാനും കൂടുതൽ സാധ്യതയുണ്ടെന്നും അതിൻ്റെ ഗുണകരമായ സ്വഭാവ സവിശേഷതകൾ അവരുടെ സന്തതികൾക്ക് കൈമാറുമെന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നത്. ഓക്കെ, Charles Darwin was influenced to formulate the theory of evolution by observing a diversity in the beaks of finches at Galapagos Island. Analyze the illustration 2.2 and prepare note based on the indicators. Okay, അപ്പോൾ ഇവിടെ ചാൾസ് ഡാർവിന് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിന് അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഗാലപ്പോസ് ദ്വീപുകളുടെ ഈ കുരുവികളുടെ ബീക്കിൻ്റെ, അതിൻ്റെ കൊക്കിൻ്റെ വൈവിധ്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഗാലപ്പോസ് ദ്വീപുകളിൽ കാണുന്ന ഒരു 14 വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട കുരുവികളാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൻസെസ്ട്രൽ ഫിഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ബീക്ക് കുറച്ച് വലുതാണ് അല്ലേ. ഇനി സീഡ് ഈറ്റിംഗ് ഫിഞ്ച് അത് നോക്കിയേ. പിന്നെ കാക്ടസ് ഈറ്റേഴ്സ്, അതുപോലെ ഇൻസെക്റ്റീസ് ഈറ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ നിലത്ത് താമസിച്ച് വിത്ത് കഴിക്കുന്നവയുണ്ട്. ഓക്കെ, അതിനെ ഗ്രൗണ്ട് ഫിച്ച് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ഈ കാക്ടസ് ഈറ്റർ, ഓക്കെ, അതുപോലെ തന്നെ മരത്തിൽ വസിച്ച് ഭക്ഷണം കഴിക്കുന്നവ ട്രീ ഫ്രിഞ്ച് എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, അവയിൽ ചിലതാണ്. അപ്പോൾ ഇവരുടെ ഇനത്തിൽ പൊതുവായി കാണുന്ന ഈ സ്പീഷിയിൽ പൊതുവായി കാണുന്നത് അവരുടെ മുഖവ്യത്യാസം, അവരുടെ ആ ബീക്കിൻ്റെ ആകൃതി, കൊക്കിൻ്റെ ആകൃതിയും വലുപ്പവുമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. The major difference in this fish exhibit the shape and size of the beak. The beak of medium-sized seed-eating finches are different from those of large seed-eating and insect-eating ones. Okay, അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ വലിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളിൽ നിന്നും അതുപോലെ തന്നെ ഇൻസെക്റ്റിനെ കഴിക്കുന്ന കുരുവികളിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ബീക്ക് ആർ ദെയർ മെയിൻ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. അപ്പോൾ കൊക്കുകളാണ് അവരുടെ ഭക്ഷണ സമ്പാദനത്തിലുള്ള പ്രധാന ഉപാധി അല്ലേ. പക്ഷികൾക്ക് അങ്ങനെയാണ് അല്ലേ. ബേർഡ് വിത്ത് ബീക്സ് ഓഫ് സ്യൂട്ടബിൾ ഷേപ്പ് ഓർ സൈസ് ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ് ഇൻ ദ എൻവിറോൺമെൻറ്റ് വിൽ സർവൈവ് ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്. അപ്പോൾ പരിസ്ഥിതിയിൽ എൻവിറോൺമെൻറ്റിൻ്റെ ഭക്ഷ്യസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ആകൃതിയോ വലുപ്പമോ ഉള്ള കൊക്കുകളുള്ള കുരുവികൾ അതിനെ അതിജീവിക്കുകയും അതിൻ്റെ തലമുറകൾക്കും അങ്ങനെയുള്ള കൊക്കുകൾ ഉണ്ടാകുകയും ചെയ്യുമെന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഡൈവേഴ്സിറ്റി ഓഫ് ഫിഞ്ച് ബീക്ക്, കോസ് ഓഫ് ഡൈവേഴ്സിറ്റി, ദ വേ ഇൻ വിച്ച് ഡൈവേഴ്സിറ്റി ഇൻഫ്ലുവൻസസ് സർവൈവൽ. അപ്പോൾ കുരുവികളുടെ കൊക്കിൻ്റെ വൈവിധ്യം അല്ലേ, ആ വൈവിധ്യത്തിന് കാരണം എന്താണ്, അപ്പോൾ അതുപോലെ തന്നെ വൈവിധ്യം എങ്ങനെയാണ് അവരുടെ അതിജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതിനനുസരിച്ചൊരു നോട്ട് തയ്യാറാക്കാമെന്നാണ്. ഡാർവിൻ ഒബ്സർവ്ഡ് ദാറ്റ് ഫിഞ്ചസ് ഇൻ ദ ഗാലപ്പോസ് ഐസ്ലാൻഡ് ഹാവ് ഡിഫറെൻറ്റ് ബീക്ക് ബേസ്ഡ് ഓൺ ദെയർ ഫുഡ് അല്ലേ. അപ്പോൾ ഗാലപ്പോസ് ഐലാൻഡിൽ കുരുവികൾക്ക് ഡിഫറെൻറ്റ് ബീക്ക് ഉണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്ന രീതി അനുസരിച്ച്. ദിസ് ഡൈവേഴ്സിറ്റി കെയിം ഫ്രം ചേഞ്ചസ് ഓവർ ടൈം ഡ്യൂ ടു ദ എൻവിറോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഫിഞ്ചസ് വിത്ത് യൂസ്ഫുൾ ബീക്ക് ഷേപ്പ് സർവൈവ്ഡ് ബെറ്റർ, ഹാഡ് മോർ ബേബീസ് ആൻഡ് പാസ്ഡ് ദെയർ ബീക്ക് ടൈറ്റ് ഓൺ ദ ലീഡിങ് ടു ന്യൂ സ്പീഷീസ് അല്ലേ. അപ്പോൾ നല്ല
ഷേപ്സ് ഒക്കെയുള്ള ബീക്കുള്ള ഫിഞ്ചസാണ് കൂടുതൽ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ അവർ അവിടെ ആ ട്രൈബ്സ് ആ ഒരു ബീക്ക് പുതിയ സ്പീഷീസിലേക്ക് ഓഫ്സ്പ്രിങ്സിനൊക്കെ അവർ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.